നമസ്കാരം. പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ജോലി പോയാൽ അല്ലെങ്കിൽ വീട്ടിൽ ഒരാൾക്ക് അടിയന്തരമായി ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ? വലിയ പലിശയ്ക്ക് ലോൺ എടുക്കുമോ അതോ കൂട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടുമോ? നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും പ്രതിസന്ധികൾ വരാം. ഇത്തരം പ്രതിസന്ധികളിൽ നമ്മൾ സാമ്പത്തികമായി തകർന്നു പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വജ്രായുധമാണ് എമർജൻസി ഫണ്ട്. ഇതെന്താണെന്ന് ഈ വീഡിയോ മുഴുവനായും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. എങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നും മനസ്സിലാകും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ വരുമാനത്തിന്റെ 20% സേവ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആ 20% എടുത്ത് നേരെ ഷെയർ മാർക്കറ്റിലോ മറ്റോ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മുൻകൂട്ടി കാണാൻ കഴിയാത്ത അത്യാവശ്യങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് പെട്ടെന്നുള്ള ജോലി നഷ്ടപ്പെടൽ, അപകടങ്ങൾ, വീടിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ സ്വന്തമായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കുന്ന ഒരു തുകയാണിത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, മറിച്ച് നമ്മളുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ഷോക്ക് അബ്സോർബർ ആണ്. അപ്പോൾ ഈ എമർജൻസി ഫണ്ടിൽ എത്ര രൂപ ഉണ്ടായിരിക്കണം? സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും കുറഞ്ഞത് 6 മാസത്തെ ചിലവിനുള്ള കാശെങ്കിലും ഇതിൽ ഉണ്ടായിരിക്കണം എന്നാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടുവാടക, കറണ്ട് ബില്ല്, ലോണ്, ഭക്ഷണം എന്നിവയെല്ലാം കൂടി ഒരു മാസം നിങ്ങൾക്ക് 20,000 രൂപയാണ് ചെലവെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ കുറഞ്ഞത് 1,20,000 രൂപ ഉണ്ടായിരിക്കണം. പെട്ടെന്ന് ഒരു ദിവസം ജോലി പോയാൽ പോലും അടുത്ത 6 മാസത്തേക്ക് നിങ്ങളുടെ കുടുംബം പട്ടിണി കിടക്കാതെ മുൻപോട്ട് പോകാൻ ഈ തുക സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ എമർജൻസി ഫണ്ട് ഒരിക്കലും ഷെയർ മാർക്കറ്റിലോ ചിട്ടിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത്യാവശ്യം വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ തുക നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ കഴിയുന്ന ഒരു ബാങ്ക് സേവിംഗ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിലോ മാത്രം സൂക്ഷിക്കുക. ഇതിൽ നിന്ന് വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കരുത്. ഇത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തുകയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് സ്വന്തമായിട്ട് ഒരു എമർജൻസി ഫണ്ട് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇല്ലാത്തവർ ഇന്ന് മുതൽ തന്നെ ചെറിയൊരു തുക അതിനായി മാറ്റിവെച്ച് തുടങ്ങുക. അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ എപ്പോഴും പണക്കാരാണെന്ന് അഭിനയിച്ച് ദരിദ്രരായി മാറാൻ കാരണമാകുന്ന ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസമാണ് പഠിക്കാൻ പോകുന്നത്. റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്കിലെ ഏറ്റവും വലിയ രഹസ്യമാണിത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വായിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങി വായിക്കാവുന്നതാണ്. ഒരു മസ്റ്റ് റീഡ് ആയിട്ടുള്ള പുസ്തകമാണ്. ഈ വീഡിയോ മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കമന്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഇതൊരു സഹായകരമായ കാര്യമായിരിക്കും. നന്ദി.